ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിന് റെഡും വൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പെയിൻറ്റ് കൊടുത്തിട്ട് അവിടെ വെക്കണം. അതിനുശേഷം 2 ചെറിയ കാർഡ്ബോർഡ് പീസ് ഈ ബോട്ടിലിന് കണക്കായിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് 2 കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനും റെഡ് കളർ പെയിൻറ്റ് അടിക്കണം. 1-2 കോട്ട് നല്ല കവറായി വരുന്ന രീതിയിൽ 1-2 കോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുഞ്ഞു പുസ്തകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതതിൻ്റെ കവറാണ് വരുന്നത്. അപ്പോൾ അതിന് കണക്കാക്കി അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. അപ്പോൾ അതിൽ കുറവായിട്ട് വരുന്ന രീതിയിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അതേ അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ കുറച്ച് പീസസ് 5-8 പീസസ് അല്ലെങ്കിൽ ഒരു 10 വരെയുള്ള പീസ് പേപ്പർ അതിൻ്റെ പേജസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം അതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ റെഡിയാക്കിയെടുക്കുക. അങ്ങനെ കുറച്ച് പീസസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് മുറിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ മോൾഡാണ്. മോൾഡിറ്റ് വെച്ചിട്ട് നമ്മളിതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. റോസ് ഫ്ലവേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇത് മോൾഡിറ്റ് മിക്സ് ചെയ്യുകയാണ്. മോൾഡിറ്റ് മിക്സ് ചെയ്ത് ഇതുകൊണ്ട് ഒരു 3 റോസസ്, അതായത് കുഞ്ഞു ബോട്ടിലല്ലേ, അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ അവിടെ വെക്കുന്ന 3 റോസസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ലീവ്സും പിന്നെ മോൾ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ട് ഷേപ്പും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. റോസിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഹിമാലയ ബോട്ടിൽ വെച്ചിട്ട് ഒരു ബൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലീവ്സിൽ ഇങ്ങനെ വെയിൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഹാർട്ട് ഷേപ്പും ഒരു കുഞ്ഞ് പീസ് ഇങ്ങനെ എടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഹാർട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ പകുതി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടു ഭാഗത്തുനിന്നൊരു ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തിട്ട് അതിനുശേഷം മോൾ ഭാഗത്തൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം കൈകൊണ്ട് മെല്ലെ മെല്ലെ അമർത്തി ആ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒരു പൗഡർ തൊട്ടിട്ടാണ് ലെവൽ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. ഇതുപോലെ 2 ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ രണ്ടാമത്തതും ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ബുക്കിൻ്റെ കവറായിട്ട് റെഡിയാക്കിയിട്ടുള്ള അതിൻ്റെ സൈഡിൽ ഇങ്ങനെ 2 ഒട്ടിച്ചു കൊടുക്കുക. മറ്റേ അതും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗം വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് 3 ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ബുക്കിൻ്റെ പേജസും ഈ കവറിൻ്റെ 2 കവറും കൂടി ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ നൂല് കൊണ്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ടാണ് 3 ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഞാനത് പഞ്ച് ചെയ്യുന്നത് വെച്ച് ചെയ്താൽ നോക്കി, പക്ഷേ കാർഡ്ബോർഡ് ആയതുകൊണ്ട് ആവുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തുള്ള കവറിനും അതുപോലെ പേപ്പേഴ്സിനും എല്ലാത്തിനും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പേപ്പേഴ്സ് നമുക്ക് ഇതിൽ എഴുതേണ്ട ലൈൻസും അതുപോലെ സൈഡിൽ കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ ചെയ്തെടുക്കണം. എല്ലാ പേജസിലും ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പേജിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓരോ പേജിലും ഡിഫറെൻ്റ് ആയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എല്ലാ പേജിലും ഒരുപോലെ ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഈ കവറിൽ കൊടുത്തിട്ടുള്ള ഹാർട്ട് ഷേപ്പ്സിനും അതുപോലെ റോസസിനും ലീവ്സിനും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതിന് വൈറ്റ് ഹാർട്ട് ഷേപ്പിന് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ റോസിനും ലീവ്സിനും പേൾ മെറ്റാലിക് പെയിൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഹാർട്ടിന് അക്രിലിക് കളർ ക്രിംസൺ റെഡ് മാത്രമേ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ജൂട്ട് ത്രെഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3 ചെറിയ പീസസ് ജൂട്ട് ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം എങ്ങനെ വെക്കേണ്ട ഓർഡറിൽ അങ്ങനെ വെച്ചതിന് ശേഷം ഈ ഹോൾസിലൂടെ ഈ ജൂട്ട് ത്രെഡ് ഇട്ടിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് എടുത്തതൊന്ന് ചെറുതായി ചുരുട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ഹോൾസിലൂടെ ഇട്ട് പിന്നെ പേപ്പറിൻ്റെ ആദ്യത്തെ ഹോൾസിലൂടെ ഇട്ട് പിന്നെ ബാക്ക് കവറിനും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് കെട്ടിട്ട് കൊടുക്കുക.
അതുപോലെ തന്നെയാണ് ഈ 3 ചെയ്തെടുക്കേണ്ടത്. വലിച്ചു കെട്ടരുത്. അപ്പോൾ നമുക്ക് ഇത് ബോട്ടിലിൽ നിന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ വലിച്ചു കെട്ടി ഓപ്പൺ ആവില്ല. ഒരു കുറച്ചൊന്ന് ലൂസായിട്ട് ഇളകിപ്പോകാത്ത രീതിയിൽ കെട്ടി കൊടുക്കണം. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ 3 കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റണം. അതുപോലെ ഈ കെട്ട് ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ വലിച്ച് വെക്കണം. ഇത് കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കാണില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങാം. ഇത് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇവിടെ നടുക്ക് ഭാഗത്തായി ഒരു നീളത്തിലൊരു ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കണം. ഈ പേജ് ഇങ്ങനെ ഇതിൽ ഒട്ടിക്കുമ്പോൾ ബോട്ടിൽ ഒട്ടിക്കുമ്പോൾ തുറന്നു പോകും തന്നെ. അപ്പോൾ അങ്ങനെ തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗമ്മ് തേച്ചതിന് ശേഷം നന്നായി ഗമ്മ് തേക്കണം. ബാക്ക് സൈഡിലെ കവറിൻ്റെ പുറത്ത് ഭാഗത്ത് ഗമ്മ് തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുകൊണ്ട് നമുക്കവിടെ ഒരു ബോ വരുന്ന രീതിയിൽ കെട്ടിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ബോട്ടിൽ ഇങ്ങനെ കുത്തനെ വെക്കുമ്പം ഈ പേജസ് തനിയെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോകും. ഇതാകുമ്പം നല്ല ഭംഗിയായിട്ട് അവിടെ നിൽക്കും. അതുപോലെ തന്നെ ആ റോസസും അതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ലീവ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ചെയ്യാൻ. അപ്പോൾ അതൊന്ന് പറയാൻ പറ്റുമോ, അതിൻ്റെ ഹാർട്ട് ഷേപ്പ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാ റെഡ് കളറും അതുപോലെ പിങ്കും വാലന്റൈൻസ് തീം ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ജൂട്ട് ത്രെഡ് മെല്ലെ അതിൻ്റെ അബൂക്കെ ഒന്ന് അയച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റത്തെ പേജ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പേജിൽ വരുന്നത് യു ആൻഡ് മീ എന്ന് ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് മെമ്മറീസ് എഴുതാനുള്ള ബുക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് മീറ്റ് അതുപോലെ അങ്ങനെ നമ്മൾ മെമ്മറബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ പേജസ്. ആദ്യം കുറേ ലൈൻസുള്ള പേജസ് ആണുള്ളത്. അതിനുശേഷം അവർ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ്. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാം. ഫോട്ടോസ് അത് എത്ര പേജസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ മോഡലായിട്ട് ഓരോ പേജ് മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ എത്ര പേജസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അവസാനമായിട്ടൊരു ബ്ലാങ്ക് പേജിൻ്റെ അവിടെ നല്ല കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കാം. ഇതാണ് നമ്മുടെ മെമ്മറി ബുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുക. ഇതിലിപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെ ഏതിന് വേണമെങ്കിൽ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതിലെഴുതുന്ന കോഴ്സും അതിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏത് ഒക്കേഷനിലും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ കിട്ടിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്